എല്ലാവർക്കും 2024 ശ്രീ സ്റ്റോക്കീസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ റിലീസായ മലയാള ചിത്രം ആട്ടം സിനിമയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഈ വീഡിയോ. ഏകദേശം 2 ആഴ്ചകൾക്ക് ശേഷമാണ് ഇന്നലെ തിയേറ്ററിൽ പോയൊരു സിനിമ കാണുന്നത്. ആട്ടം IFFKയിൽ 2023 ഡിസംബർ മാസത്തിൽ IFFKയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന IFFKയിൽ ഏറ്റവും മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം കിട്ടിയ ചിത്രമായിരുന്നു ആട്ടം. പിന്നെ ഒരുപാട് നല്ല ക്രിട്ടിക്കൽ റിവ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആട്ടത്തിനെക്കുറിച്ച്. ട്രെയിലർ കണ്ടപ്പോഴും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ FDFS ആട്ടം കാണാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, 2024 ഒരു നല്ലൊരു മികച്ച ഒരു സിനിമ തുടക്കം എനിക്ക് സമ്മാനിച്ച സിനിമയായിരുന്നു ആട്ടം. മികച്ചൊരു എന്താ പറയുക കലാസൃഷ്ടി എന്ന് തന്നെ പറയാം. ആനന്ദ് ഏകർഷിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കലാഭവൻ ഷാജോൺ, വിനയ് ഫോർട്ട്, സറിൻ ഷിഹാബ് തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ഒരു കൂട്ടം തിയേറ്റർ ആർട്ടിസ്റ്റുകളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിലവരെ വേറെ ചില സിനിമയിൽ കണ്ടിട്ടുണ്ട്, ചിലവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മൊത്തമായിട്ട് 2 മണിക്കൂർ 20 മിനിറ്റുള്ള സിനിമ ശക്തമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റിലും മികച്ചൊരു സംവിധാന മികവിലും പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കളുടെ ഒരു മികച്ച പെർഫോമൻസ് എല്ലാം കൂടി ചേർന്നപ്പോൾ വളരെ എന്താ പറയുക, ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല സിനിമ കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടില്ല. ആ ഒരു സന്തോഷം ആട്ടം തരുന്നുണ്ട്. സിനിമയിൽ സംസാരിച്ചിരിക്കുന്ന വിഷയം വളരെയധികം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വിഷയം തന്നെയാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥയാണ്. ഏത് കാലത്തും ഏത് സമയത്തും ഈ സിനിമയിൽ പറയുന്ന വിഷയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അരങ്ങ് എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പ്, അവരുടെ അതിൽ അഭിനയിക്കുന്ന അതിലുള്ള കലാകാരന്മാരുടെ ജീവിതമാണ് സിനിമ കാണിക്കുന്നത്. ഒരു ദിവസം ഒരു നാടകം അഭിനയിക്കുന്നു, അത് കഴിഞ്ഞ് ഒരു റിസോർട്ടിൽ ഒത്തുകൂടുന്നു. അവിടെ വെച്ചൊരു കുറ്റകൃത്യം നടക്കുന്നു. 12 പേരും ആണുങ്ങളാണ്, ഒരു പെൺകുട്ടി മാത്രമാണ് അതിൽ ആർട്ടിസ്റ്റായിട്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അവരിൽ ഒരാളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഒരു കൈപ്പേറിയ ഒരു സംഭവമുണ്ട്. അതിൻ്റെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു വിഷയമുണ്ടല്ലോ, അത് സിനിമ പോകെ ഭയങ്കര ഹാർഡ് ഹീറ്റിംഗ് ആണ്, ഇൻറ്റൻസ് ആണ്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ ഭയങ്കര ഒരു മിക്സിംഗ് ഒന്നും ചെയ്യാതെ തന്നെ നല്ലൊരു സിനിമ, അത് എൻഗേജിങ് ആയിട്ട് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആനന്ദ്. അത് തിയേറ്റർ കാഴ്ചയിൽ നല്ല രസമായിട്ട് എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാം. ഈ സിനിമയിൽ സംഭാഷണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടക്കുന്നു, അതിലെ സത്യം എന്ത്, കള്ളം എന്ത്, പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക മുഖംമൂടി ഉണ്ടല്ലോ, അത് വലിച്ചു കീറുന്നുണ്ട് സിനിമ. പലർക്കും നിലപാടുകളുണ്ട് അല്ലെങ്കിൽ പല ആദർശങ്ങളുണ്ട്. പക്ഷേ പോകെ മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ ആ നിലപാടും ആദർശവും ഒക്കെ മറിയുന്നത് സിനിമയിൽ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല അഭിനേതാക്കളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ കലാഭവൻ ഷാജോൺ, പേരറിയാവുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വിനയ് ഫോർട്ടൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതിൽ വരുന്ന ഒരു കൂട്ടം തിയേറ്റർ ആർട്ടിസ്റ്റുകൾ അവർക്ക് കൊടുത്ത കഥാപാത്രങ്ങളൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ പറഞ്ഞ 10-12 പേരുണ്ട്. അവരുടെയൊക്കെ എന്താണ് ജോലി അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയെന്നൊക്കെ വളരെ കൃത്യമായിട്ട് തിരക്കഥയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ സറിൻ്റെ അഞ്ജലി എന്ന് പറയുന്ന കഥാപാത്രം മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു. ആ കഥാപാത്രമാണ് സിനിമയുടെ ആണിക്കല്ലെന്ന് പറയാം. കാരണം സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ആ കഥാപാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രോമയുണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കണക്റ്റ് ആവും. അതൊക്കെ അതിമനോഹരമായിട്ട് തന്നെ സറിൻ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, സിനിമയുടെ സ്ക്രിപ്റ്റ് അതുതന്നെയാണ് മികച്ച രീതിയിൽ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. സ്ക്രിപ്റ്റും സംവിധാനവും. ഈ നാടകം, സിനിമയുടെ തുടക്കത്തിൽ ഒരു നാടകം കാണിക്കുന്നുണ്ട്, സിനിമയുടെ അവസാനം ഒരു നാടകം കാണിക്കുന്നുണ്ട്. അതൊക്കെ സിനിമയായിട്ട് വളരെയധികം എഴുചേർന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ പറയില്ല, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിലെന്താണ് സത്യം, അതിൻ്റെ മറുവശങ്ങൾ എന്താണെന്നൊക്കെ സിനിമ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സിനിമ അവസാനം പോകുന്നൊരു ഇമോഷണൽ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ സിനിമ എന്താ പറയുക, സിനിമ കണ്ടു കഴിഞ്ഞും ഇതിലെ കഥാപാത്രങ്ങളായാലും ഇതിലെ ഇമോഷൻസ് ആയാലും അതിൽ പറഞ്ഞിരിക്കുന്ന കുറേ മൊമെൻറ്റ്സൊക്കെ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ട്രാവൽ ചെയ്യും. അതുകൊണ്ട് ആട്ടം ചുമ്മാതല്ല IFFKയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം വാങ്ങിച്ചെടുത്തത്. അത്രയും മികച്ച ഒരു മൂവി, നല്ലൊരു ഗുഡ് മൂവി, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്, മികച്ചൊരു സംവിധാനം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തന്ന മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ റെക്കമെൻഡ് ചെയ്യും, പറ്റുമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഈ കുഞ്ഞ് സിനിമ കണ്ട് വിജയിപ്പിക്കുക. കുഞ്ഞ് സിനിമ എന്ന് പറയുന്നത്, പക്ഷേ അതിൽ സംസാരിച്ചിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെയധികം വലുതാണ്. അതെപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്, കണ്ണാടി എന്ന് പറയാം. മനുഷ്യൻ്റെ പല പൊയ്മുഖങ്ങളും അല്ലെങ്കിൽ മനുഷ്യൻ്റെ പട്ടിത്തത്തിൻ്റെ മുഖമൂടിയൊക്കെ അഴിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് മനുഷ്യൻ. പക്ഷേ ആർക്കെങ്കിലും ഈ സിനിമ കണ്ടിട്ട് കുറേ തിരിച്ചറിവുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മൾ തന്നെ ഒന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയോ പിറകിലോട്ട് നോക്കുകയോ ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ചിലരുടെ അടുത്ത് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ്, നീതി, ഒരു കാര്യം നടക്കുമ്പോൾ അതിനെ വിശകലനം ചെയ്യേണ്ടതൊക്കെ നമുക്ക് ഈ സിനിമയിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഉത്ബോധം ഉണ്ടാവാനും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റുന്നതാണ്. അതുകൊണ്ട് ആട്ടം 2024 എൻ്റെ സിനിമാ തുടക്കത്തിന് മികച്ചൊരു സിനിമയായെന്ന് തന്നെ പറയാം. മികച്ചൊരു സിനിമ കാഴ്ച തന്നെ തന്നിട്ടുണ്ടെന്ന് പറയാം. അതുകൊണ്ട് ഭയങ്കര നല്ല രീതിയിൽ തന്നെ എനിക്ക് ആട്ടം സിനിമ ഇഷ്ടപ്പെട്ടു. ഇതൊരുക്കിയ അണിയറ പ്രവർത്തകർക്കും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും മികച്ചൊരു കയ്യടി സിനിമ കഴിയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ തന്നെ കൊടുത്തു പോകും. അപ്പോൾ ആട്ടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഇതാണ് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീ സ്റ്റോക്കീസ് ചാനൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ സ്റ്റോക്കീസ് കൂടി പിന്നീട് കാണാം.